കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഊർgiക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ സവിശേഷമായ പ്രസ്താവന എന്ന് പറയാവുന്നത് പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നാണ്. ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വോട്ടുകൾ തങ്ങൾ സ്വീകരിക്കുമ്പോൾ SDP ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അവരുടെ വോട്ട് ഞാൻ സ്വീകരിക്കില്ല എന്നും അത് വർഗീയവാദികളുടെ വോട്ടെന്നുമാണ് വി.ഡി. സതീശന്റെ നിലപാട്. വി.ഡി. സതീശൻ ഈ നിലപാട് ഇന്ന് മാത്രം സ്വീകരിച്ചതല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുണ്ടായ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇത്തരമൊരു നിലപാടായിരുന്നു വി.ഡി. സതീശന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വി.ഡി. സതീശൻ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാവായ ക്രൗഡ് പുള്ളറായ കോൺഗ്രസിൽ വളരെയധികം പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കെ മുരളീധരനെ പോലെയുള്ള ഒരു നേതാവിനോട് ഇന്ന് പത്രമാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ ഒരാളുടെ വോട്ടും വേണ്ടെന്ന് പറയാൻ കഴിയില്ല, എല്ലാ വിഭാഗങ്ങളുടെയും വോട്ടുകൾ വാങ്ങേണ്ടതുണ്ട്, നേടേണ്ടതുണ്ട്, രാഷ്ട്രീയത്തിനപ്പുറമാണ് തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ലഭിക്കുക, അതുകൊണ്ട് ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ല എന്നുള്ള ഒരു നിലപാടാണ്. മഞ്ചേശ്വരവുമായി ബന്ധപ്പെട്ട് മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗിന്റെ AK അഷ്റഫ് തന്നെ പറഞ്ഞിട്ടുള്ളത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും എല്ലാ രാഷ്ട്രീയത്തിനപ്പുറം തനിക്ക് വോട്ട് വേണമെന്നുള്ള ഒരു നിലപാടാണ്. ഇവരൊക്കെ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുമ്പോഴാണ് കേരളത്തിലെ ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. SDP വോട്ടുകൾ എന്നുള്ളത് വർഗീയവാദികളുടെ വോട്ടാണ്, ആ വോട്ട് സ്വീകരിക്കേണ്ടതില്ല, തങ്ങൾക്ക് UDF ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാടാണ്. SDP ബന്ധപ്പെട്ട് കേരളത്തിൽ അവർ ആരെ പിന്തുണക്കും, ആരുടെ കൂടെ നിൽക്കും എന്നുള്ള ചർച്ചകൾ വളരെ കുറെ ദിവസങ്ങളായി ചാനൽ ചർച്ചകളിൽ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതില് അതിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്, ഇന്ന് ദേശീയ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അത് SDP പ്രവർത്തകരുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അവരെ ഞങ്ങളത് ആ കാര്യം അറിയിക്കും എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലെ നിലപാട് എന്നുള്ളത്. പക്ഷേ കേരളത്തിൽ വളരെ വലിയ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളതാണ് SDP നിലപാട്. കാരണം അതിന് കാരണമായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. വികസനവുമായി ബന്ധപ്പെട്ട, ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ കേരളത്തിലുള്ള നിലവിലുള്ള സർക്കാർ കൃത്യമായിട്ട് അതിന്റെ പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് വളരെയധികം പരാതികൾ നിലനിൽക്കുന്നത്. പക്ഷേ ആ പരാതികൾ നിലനിൽക്കുമ്പോഴും കഴിഞ്ഞ കാല UDF സർക്കാരിന്റെ കാലത്തെ ആഭ്യന്തര വകുപ്പ് എന്തായിരുന്നോ അതും തന്നെ ആവർത്തിക്കുകയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എങ്കിലും ഈ LDF പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലാണ് എന്ന് പറയുമ്പോൾ വരാൻ പോകുന്ന UDF അതിൽ നിന്നും വ്യത്യസ്തമായ എന്തെങ്കിലും നയങ്ങളോ നയരൂപീകരണങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളില്ല. പ്രത്യേകിച്ചും മുസ്ലിം വിഷയങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരായ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ, വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശന് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയ വിഷയവുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷം പക്ഷെ വി.ഡി. സതീശനോടും രമേശ് ചെന്നിത്തലയോടും ചോദിച്ചാൽ രമേശ് ചെന്നിത്തല വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, വെള്ളാപ്പള്ളി നടേശനെ ഞാനാണെങ്കിലും കാറിൽ കയറ്റും, അയാൾ 10-90 വയസ്സുള്ള ആളാണ്, അതുകൊണ്ട് കാറിൽ കയറ്റുന്നതിലൊന്നും കുഴപ്പം ഞാൻ കാണുന്നില്ല, ഞാനാണെങ്കിലും കാറിൽ കയറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞ പ്രസ്താവനകളെ വെച്ച് നോക്കുമ്പോൾ അത് അദ്ദേഹം പറഞ്ഞതാണ്, എനിക്ക് അത്തരം കാര്യങ്ങളെ പറ്റി അറിയില്ല എന്നാണ് പ്രതിപക്ഷത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. വി.ഡി. സതീശനും പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായ കാര്യമല്ല, ഞാൻ ഭരണത്തിലേറിയാൽ, ഞങ്ങൾ UDF ഭരണത്തിലേറിയാൽ വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കും, വർഗീയത പറയുന്ന ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കും, നർക്കോട്ടിക് ജിഹാദ് എന്നുള്ള പരാമർശം നടത്തിയ പാലാ ബിഷപ്പിനെതിരെ നടപടി സ്വീകരിക്കും, ഇങ്ങനെയുള്ള ഒരു കാര്യവും പ്രതിപക്ഷം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തരം ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനം UDF സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ പിന്നീട് സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനിടയിൽ ഭരണം എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു നിലപാടാണ്. ആ നിലപാട് പരിശോധിക്കുമ്പോഴാണ് കഴിഞ്ഞ 10 വർഷം കേരളത്തിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ ഓരോന്നോരോന്നായി പരിശോധിക്കുമ്പോൾ അത്രയും വലിയ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് LDF-ഉം UDF-ഉം ഒക്കെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്.
UDF തുടർച്ചയായി BJP ഡീൽ, SDPI ഡീൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധത്തിനെതിരെയുള്ള തരംഗങ്ങൾ ഉണ്ടാക്കാൻ ഉതകുന്ന കാരണങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. ഇനി VD സതീശനുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നാൽ, എന്തുകൊണ്ടാണ് VD സതീശൻ മഞ്ചേശ്വരത്ത് പോലും SDPIയുടെ വോട്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞത്? മഞ്ചേശ്വരം എന്ന നിയമസഭാ സീറ്റ് നമുക്കറിയാം, K സുരേന്ദ്രനും AK അഷ്റഫും ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന മണ്ഡലം. കഴിഞ്ഞ തവണ 700 ചില്ലാനും വോട്ടുകൾക്ക് മാത്രം UDF വിജയിച്ച മണ്ഡലം. അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം 86 വോട്ടായിരുന്നു. അത്തരം ഒരു മണ്ഡലത്തിൽ പോലും ഇത്തരം വോട്ട് തങ്ങൾക്ക് വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായും അത് BJPയെ സഹായിക്കാൻ വേണ്ടിയാണ്. VD സതീശൻ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള നിലപാടുകൾ പല സമയത്തും സ്വീകരിച്ചിരുന്ന രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം പറയുന്നുള്ളത്, മഞ്ചേശ്വരം പോലെയുള്ള കേരളത്തിലെ ഏറ്റവും സെൻസേഷണലായ സീറ്റിൽ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളും BJPക്കെതിരെ ഉള്ള തങ്ങളുടെ വോട്ട് വിനിയോഗിക്കണം എന്നുള്ള നിലപാട് കേരള പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുമ്പോൾ, SDPI അവിടെ ഒരു സ്ഥാനാർത്ഥിത്വമായി മുമ്പോട്ട് പോകുമ്പോൾ കേരളത്തിലുള്ള മതേതര പൊതുസമൂഹവും മുസ്ലിം സംഘടനകളും അത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ ഇത്തരം ഗ്രൂപ്പുകളും ഒക്കെ ആ നോമിനേഷൻ പിൻവലിക്കണമെന്നും മത്സര രംഗത്ത് നിന്നും പിന്മാറണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച ഒരു മണ്ഡലത്തിൽ വോട്ട് വേണ്ട എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ VD സതീശന്റെ മുൻകാല ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 2001-ലും 2006-ലും RSSുമായി ബന്ധപ്പെട്ട് RSSന്റെ സഹായം തെരഞ്ഞെടുപ്പിൽ തേടിയിരുന്ന ആളാണ് എന്ന് VD സതീശനായിരുന്നു എന്ന് പറഞ്ഞത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന നേതാവായ RV ബാബുവാണ്. അപ്പോൾ 2001-ലും 2006-ലെയും തെരഞ്ഞെടുപ്പിൽ അത്തരം സഹായങ്ങൾ തേടിയിട്ടുണ്ടെന്നും 2006-ൽ ഗോൾവാൾക്കർക്ക് മുമ്പിൽ അവരുടെ ഒരു പരിപാടിയിൽ, അതായത് RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് കൊളുത്തുന്ന VD സതീശന്റെ ചിത്രം കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. അപ്പോൾ VD സതീശന്റെ ഉദ്ദേശം എന്നുള്ളത് അത് BJPയുമായുള്ള ഡീലിംഗ് തന്നെയാണ്, BJPക്കുള്ള സഹായങ്ങൾ തന്നെയാണ്. ഇനി 2006-ലെ കാര്യവും 2001-ലെ കാര്യവും നമ്മളുടെ RV ബാബു പറയുന്നത് 2025-ലാണ്. ഇനി 2025-ന് ശേഷം ഇപ്പോൾ നടക്കുന്ന ഡീലിങ്ങുകളെ പറ്റി എപ്പോഴാണ് RV ബാബു പറയുക? അത് 2035-ലോ 40-ലോ പറഞ്ഞേക്കാം. അപ്പോഴേ പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ കാര്യം പറയും. 2001-ലും 2006-ലും VD സതീശൻ RSSന്റെ പിന്തുണ തേടിയെന്നും RSSുമായിട്ട് നിരന്തരം സഹകരണം പുലർത്തിപ്പോകുന്ന നേതാവാണെന്നും നമ്മൾ തിരിച്ചറിയുന്നത് 2024 ആകുമ്പോഴാണ്. അപ്പോൾ ഇപ്പോൾ VD സതീശൻ നിർവഹിക്കുന്ന ദൗത്യം എന്താണ് എന്നുള്ളത് അത് തിരിച്ചറിയാൻ ഇനിയും വർഷങ്ങൾ എടുക്കും. അപ്പോൾ മഞ്ചേശ്വരം പോലെയുള്ള ഒരു നിയമസഭാ സീറ്റിൽ BJPയുടെ വിജയമാണ് യഥാർത്ഥത്തിൽ VD സതീശൻ ഉദ്ദേശിക്കുന്നുള്ളത്. മറ്റൊന്ന്, മുസ്ലിം ലീഗ് അധികാരത്തിൽ ഉണ്ടായപ്പോൾ അവർക്ക് 5ാം മന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ കത്തിയപ്പോൾ അത്തരം ഒരു മുസ്ലിം ലീഗിന് 5ാം മന്ത്രി കൊടുക്കുന്നതിനെയും മലപ്പുറം ജില്ലയിൽ അടക്കം സ്കൂളുകൾ അനുവദിക്കുന്നതിനെതിരെയുമുള്ള വിമർശനങ്ങളുമായി വന്നത് അത് VD സതീശൻ തന്നെയാണ്. കേരളത്തിലുള്ള സാമൂഹിക അന്തരീക്ഷം തകരുമെന്ന് അന്ന് നിലപാട് പറഞ്ഞത് VD സതീശനാണ്. അതാണ് അദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രം എന്നുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത്, കേരളത്തിൽ മുസ്ലിം ലീഗ് അല്ലാത്ത മുസ്ലിം വിഭാഗങ്ങൾ എന്നുള്ളത്, മുസ്ലിം ലീഗ് എവിടെയെങ്കിലും ക്ഷീണം സംഭവിച്ചാൽ അവിടെ വരുക തീവ്രവാദികളായ മുസ്ലിങ്ങളാണ്. അഥവാ മുസ്ലിം ലീഗ് അല്ലാത്ത ആ കേരളത്തിലുള്ള സംഘടനകളും പാർട്ടികളും മുസ്ലിം വർഗീയവാദത്തെയും മുസ്ലിം തീവ്രവാദത്തെയും ഉത്പാദിപ്പിക്കുന്ന ആളുകളാണ് എന്നും കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം തകരുമെന്നുള്ള ഒരു ഗുരുതരമായ പ്രസ്താവനയാണ്, ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പ്രസ്താവനയാണ് അന്ന് VD സതീശൻ പറഞ്ഞത്. അപ്പോൾ നിരന്തരമായ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ആളാണ് VD സതീശൻ. മറ്റൊന്ന്, മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വന്നത്. ആ പ്രസ്താവന എങ്ങനെയാണ്? മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണെന്ന് മുസ്ലിം ലീഗിന്റെ തന്നെ നേതാക്കളായ ET മുഹമ്മദ് ബഷീറും KM ഷാജിയും നിലപാട് പറയുന്നു. അപ്പോൾ കേരളത്തിന്റെ മുസ്ലിം സംഘടനകളും മുസ്ലിം നേതൃത്വത്തിനും അത് മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് പറയുന്നു. അതല്ലാതെ ഈ മേഖലയിലുള്ള വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിയമവിദഗ്ധരടക്കം ആ ഭൂമി വഖഫ് ഭൂമിയാണെന്നുള്ള യാഥാർത്ഥ്യം അത്തരത്തിലാണ്. കോടതികൾ ഉത്തരവുകൾ പോലും അത്തരത്തിലാണ്. കോടതി പ്രക്രിയയിൽ ഇരിക്കുന്ന സമയത്താണ് VD സതീശൻ ഒരു പ്രസ്താവനയുമായിട്ട് വരുന്നത്. അത് മുനമ്പം ഭൂമി, അത് വഖഫ് ഭൂമി അല്ല എന്നുള്ളതാണ്. അത് പറയാൻ VD സതീശൻ ആരാണ്?
കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ അന്ന് ആ പ്രസ്താവന നടത്തിയത് കേരളത്തിലുള്ള തീവ്ര കൃസംഗികൾക്ക് വേണ്ടിയും കാസയടക്കമുള്ള സംഘടനകൾക്ക് വേണ്ടിയും സംഘപരിവാറിന് വേണ്ടിയായിരുന്നു എന്നുള്ളത് എല്ലാവരും തിരിച്ചറിഞ്ഞ കാര്യമാണ്. അങ്ങനെയുള്ള ഒരു ചരിത്രം പേറുന്ന വി ഡി സതീശന്റെ ഒരിക്കൽ കൂടി അദ്ദേഹം സംഘപരിവാറിനും RSSനും വേണ്ടി പണിയെടുക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് വേണം ഈ വോട്ട് വേണ്ട എന്നുള്ള പ്രസ്താവനയെ പറ്റി പറയാൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPI കേരളത്തിലുള്ള 20 ലോക്സഭാ മണ്ഡലത്തിലും UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. അത് വലിയ നേട്ടമാവുകയും UDF വലിയ വിജയം ആഘോഷിക്കുകയും ചെയ്തു. പക്ഷെ അതിനിടയിലും വി ഡി സതീശൻ പറഞ്ഞത് SDPI വോട്ട് തങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. അതിനുശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടായി. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ കോട്ടങ്ങൽ പത്തനംതിട്ടയിലെ ഈ പഞ്ചായത്തിലടക്കം SDPI BJP അധികാരത്തിലേറുന്നതിനെതിരെ UDFനെ സഹായിച്ചു. പക്ഷേ അങ്ങനെ സഹായിച്ചപ്പോൾ അത്തരം സ്ഥാനമാനങ്ങൾ രാജിവെച്ചുകൊണ്ട്, അതായത് തെരഞ്ഞെടുക്കപ്പെട്ട SDPI പ്രതിനിധികൾ BJP അധികാരത്തിൽ വരുന്നതിനെതിരെ അവരുടെ വോട്ടുകൾ വിനിയോഗിച്ചത് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ്. UDF അധികാരത്തിൽ വരട്ടെ, BJP പുറത്തു പോവട്ടെ എന്നുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. അങ്ങനെ SDPI പിന്തുണയോടുകൂടി UDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് വി ഡി സതീശൻ നേരിട്ടിടപെടുന്നു, വീണ്ടും അവരെ രാജിവെപ്പിക്കുന്നു, എന്നിട്ട് ആ അധികാര സ്ഥാനം BJPക്ക് കൊടുക്കുന്നു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് മഞ്ചേശ്വരത്തും അല്ലെങ്കിൽ കേരളത്തിലെ 10ഓളം നിയമസഭാ സീറ്റുകളിലും BJP വിജയം പ്രതീക്ഷിച്ച് മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ വി ഡി സതീശൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു കാര്യം, ഇത്തരത്തിൽ ഒരു നിലപാടുമായിട്ട് SDPI ഏതെങ്കിലും രീതിയിൽ മുമ്പോട്ട് വന്നാൽ നേരെ RSSുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്റെ സൗഹൃദം പുതുക്കിക്കൊണ്ട് കേരളത്തിലെമ്പാടുമുള്ള BJP RSS വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ള നയം കൂടിയാണ് വി ഡി സതീശൻ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഉപയോഗിക്കുന്നുള്ളത്.